ഹമാസിന്റെ നിരായുധീകരണം, ഗാസയിലെ സൈനികവൽക്കരണം, അതിർത്തിയിലെ ഇസ്രായേലിന്റെ നിയന്ത്രണം, ഹമാസോ പാലസ്തീൻ അതോറിറ്റിയോ അല്ലാത്തതും ഇസ്രായേലുമായി സമാധാനത്തോടെ ജീവിക്കുന്നതുമായ ഒരു ഭരണ അതോറിറ്റി സ്ഥാപിക്കുന്നതും നിബന്ധനകളിൽ പെടുമെന്ന് നെതന്യാഹു പറഞ്ഞതായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. നെതന്യാഹുവിന്റെ ഉപദേഷ്ടാവ് കരാറിനെ തള്ളിക്കളഞ്ഞിട്ടില്ലെന്ന് റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് നെതന്യാഹുവിന്റെ അഭിപ്രായങ്ങൾ വന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഹമാസിന്റെ നിലപാടിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഇത് US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് നിർദ്ദേശിച്ച രൂപരേഖയെ അടിസ്ഥാനമാക്കി ഘട്ടം ഘട്ടമായുള്ള ഒരു കരാറിനെക്കുറിച്ചുള്ള ചർച്ചയിലേക്ക് തീവ്രവാദ ഗ്രൂപ്പിന് മടങ്ങി വരാൻ സാധ്യതയൊരുക്കുമെന്നും ഇസ്രായേലി ഔദ്യോഗിക വൃത്തം പറഞ്ഞതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഖത്തർ പ്രതിനിധി സംഘം ഈജിപ്തിൽ എത്തിയിട്ടുണ്ട്. ഇരു കക്ഷികളുടെയും ചർച്ചയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം ത്വരിതഗതിയിൽ പുരോഗമിക്കുകയാണ്. അതേസമയം ഗാസ സിറ്റി ആക്രമണത്തിനുള്ള പ്രവർത്തന പദ്ധതികൾ IDF ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഇയാൻ സമീറിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി ഇസ്രായേൽ പ്രതിരോധ സേനയുടെ സദേൺ കമാൻഡിൽ ചർച്ചകൾ നടന്നിരുന്നു. ഗാസ നഗരത്തിലെ തെക്ക് പടിഞ്ഞാറൻ സെയ്തൂൺ ക്വാർട്ടറിൽ സ്ഫോടക വസ്തുക്കളും തോക്കുധാരികളെയും ഭൂമിക്ക് മുകളിലും താഴെയുമുള്ള തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയും ലക്ഷ്യമിട്ട് സൈന്യം സമീപ ദിവസങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് IDF പറഞ്ഞു. അക്രമത്തിന് മുന്നോടിയായി യുദ്ധമേഖലകളിൽ നിന്ന് തെക്കൻ ഗാസയിലേക്ക് താമസക്കാരെ മാറ്റാൻ തയ്യാറെടുക്കുകയാണെന്നും സൈന്യം അറിയിച്ചു.